ഹലോ ഗായ്സ്, എല്ലാവർക്കും റയാൻസ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് പെരുന്നാളാണ്. അപ്പം നമ്മുടെ പെരുന്നാളായിട്ടുള്ളൊരു വ്ളോഗാണ് ഇന്ന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളം സെറ്റ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ടൈം 5:30 ആയിട്ടുണ്ട്. ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് എണ്ണീറ്റാണ്. ഗൈസ്, ഇപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്താണെന്ന് വെച്ചാൽ പരീക്ഷയും പിന്നെ നോയമ്പും എല്ലാം ആയതുകൊണ്ട് വീഡിയോ ഇടാൻ ഒരു ടൈം കിട്ടത്തില്ലായിരുന്നു. പരീക്ഷ ആയതുകൊണ്ട് പഠിക്കണം, അപ്പോൾ വീഡിയോ ഇടാനൊന്നും ടൈം കിട്ടത്തില്ലായിരുന്നു. ഇനി ഞാൻ പറയും, എല്ലാ ആഴ്ചയിലും നമ്മുടെ വീഡിയോ വരുന്നതായിരിക്കും. അത് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി. ഗൈസ്, അപ്പോൾ സായം ആ പള്ളിയിൽ പോകാനായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പോയിട്ട് കണ്ട് കാണാം. ഗൈസ്, ഞങ്ങൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. ഗൈസ്, ഇപ്പോൾ സായം നോക്കണ സായം പിന്നെയും നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ ഇച്ചിരി വെട്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരം വെളുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ടൈം 6-8 ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ സൈക്കിൾ എപ്പോഴും വീടിൻ്റെ അകത്താണ് രാത്രി വെക്കാറ്. ഇന്ന് നമുക്കതെടുത്ത് പുറത്ത് വെക്കാം. പിന്നെ ഇത്ര നേരം ഫോണും കണ്ട് കിടന്നു. അപ്പോഴാണ് ഉമ്മ എനിക്കൊരു പണി തന്നത്. എല്ലാവർക്കും അരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. സൺറൈസും കണ്ട് ഞാൻ നേരെ കടയിലേക്ക് പോയി. കടയിൽ പോയി ഒരു സോപ്പ് മേടിച്ച് വീട്ടിൽ വന്നു. അപ്പോഴാണ് ഉമ്മ എനിക്ക് വേറൊരു പണിയും കൂടെ തന്നത്. സായനെ വിളിച്ച് എണ്ണീക്കാൻ പറഞ്ഞു. സായൻ എണ്ണി. ഉമ്മയുടെ ജോലികൾ തുടങ്ങിയിട്ടുണ്ട്. ക്യൂട്ടി സോപ്പ് എടുത്ത് ഞാൻ നേരെ കുളിക്കാൻ കയറി. നമുക്കിനി കുളിച്ച് വന്നിട്ട് കാണാം. ഗൈസ്, ഇതാണ് എൻ്റെ ഉടുപ്പ്. ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. സായനോട് ആ പള്ളിയിൽ പോയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ ഇറച്ചിക്കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു മുസൽമാന്റെയും ബാധ്യതയാണ്. പ്രത്യേകിച്ച് നാം ഒരു പ്രതിജ്ഞ ഇവിടെ ഇരുന്ന് ഈ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഭവനത്തിന് എതിർത്ത് പോകാറുണ്ട്. ഏതൊരുത്തൻ ലഹരി ഉപയോഗിക്കുന്നത് ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും, സ്കൂളാണെങ്കിലും ശരി, MDMA ആണെങ്കിലും ശരി, മറ്റില്ല പാനീയങ്ങളാണെങ്കിലും ശരി, പൂർണ്ണമായും എതിർക്കണം. എന്റെ വീട്ടിലാണെങ്കിലും എന്റെ നാട്ടിലാണെങ്കിലും. സായന്താ ഇവിടെ പള്ളിയിൽ നിന്ന് കിട്ടിയ പായസവും കുടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കുടിച്ചായിരുന്നു. ഞാൻ ഇപ്പോൾ പെരുന്നാപ്പഴം എടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നോമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മൾ ഇത് കഴിച്ചിട്ട് കാണാം. ഗൈസ്, ഇന്ന് നമ്മൾ നേരെ ഉമ്മയുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ എല്ലാ പെരുന്നാളും അവിടെ തന്നെയാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളവിടെ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഉമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഉമ്മയുടെ വീട്. ഗൈസ്, അങ്ങനെ ഞാൻ ഉടുപ്പൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളിതാ കറി കാച്ചത് കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സായൻ ഇവിടെ നിന്ന് കുടിക്കുന്നുണ്ട്. സായൻ എങ്ങനെയുണ്ട്? സായൻ കുടിച്ചു നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ചോറ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. സായൻ എന്താ ചോറ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ഇതാണ് ചോറ്. നെയ്ച്ചോറുണ്ട്, പപ്പടമുണ്ട്, ചിക്കൻ കറിയുണ്ട്, സാലഡുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചഭക്ഷണം. വൈകിട്ടായപ്പോൾ ഞാൻ വീണ്ടും കറി കാച്ചത് കുടിച്ചു.
ഇതാണ് എൻ്റെ ഉമ്മയുടെ വീടിൻ്റെ പരിസരം എന്ന് പറയുന്നത്. ഇതാണ് വീട് ഞാൻ കാണിച്ചത്. ഇതാണ് വീട്, 2 നിലയാണ്, പക്ഷേ മേളിലോട്ടൊന്നും ഇല്ല. മേളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചത്. മേളിലോട്ട് കയറി പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഉണ്ട്. ഇവിടെ 3 ചെടി വെച്ചിട്ടുണ്ട്. കാന്താരിയാണിത്. പിന്നെ ഇവിടെ വാട്ടർ ടാങ്കാണ്. അങ്ങോട്ടൊക്കെ കുറേ വീടുകളാണ്. അവിടെയും നിറച്ച് വീടുകളാണ്. താഴത്താണ് കാണുന്ന വീടുകൾ. ഞങ്ങളുടെ മാമക്ക് ഇവിടെ കൂടെ ഉണ്ടായിരുന്ന പ്രായം വരുന്ന കൂടെ എനിക്ക് കാണിച്ചത് ഇവിടെ കെട്ടിച്ചിട്ടാണ്. ഇത് പ്രാവിൻ്റെ കൂടാണ്. പ്രാവൊന്നുമില്ല ഇപ്പം, അഴിക്കുന്ന സാധനം. ഇത് ഒരു പ്രാവിൻ്റെ കൂടാണ്. പ്രാവൊന്നുമില്ല ഇപ്പം. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് വീടാണ്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ആ കൂട്ടിലെ പ്രാവിന് കൊടുക്കാനുള്ള പാത്രമാണ്. തീറ്റയും വെള്ളമൊക്കെ വെച്ചെടുക്കുന്ന പാത്രമാണ്. പെരുന്നാപ്പൊടി മേടിച്ച് ടാറ്റയും കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഗൈസ്, അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വ്ലോഗും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓളം സെറ്റ് ചെയ്താൽ നിങ്ങൾ ഇന്ന് വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭിക്കുന്നതാണ്. വീണ്ടും എല്ലാവർക്കും വീണ്ടും മുബാറക്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.